നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസ വെടിനിർത്തലിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചത് ഉഗ്രൻ പദ്ധതി. ഇപ്പോഴിതാ ഇസ്രായേൽ ഈ പദ്ധതിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ലോകത്തിലെ ചില അറബ് രാജ്യങ്ങൾ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയ പദ്ധതി തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഗസയ്ക്ക് യാഥാർത്ഥ്യബോധമുള്ള ഒരു പാതയൊരുക്കുന്നതാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് നെതന്യാഹു പറഞ്ഞു. യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് ആ പദ്ധതി. ഗസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണം ഉടനുണ്ടാകും. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറും. ഗാസ ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ പലസ്തീൻ അതോറിറ്റിക്ക് അവിടെ ഒരു പങ്കും നിർവഹിക്കാൻ കഴിയില്ല. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും മധ്യപൂർവ്വദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ സമാധാനമുണ്ടാകില്ല എന്ന് ശത്രുക്കൾ തിരിച്ചറിഞ്ഞു. ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരാകരിച്ചാൽ ഇസ്രായേൽ ആ ജോലി പൂർത്തിയാക്കുമെന്ന് നെതന്യാഹു. ചുരുക്കത്തിൽ അതിശക്തമായ പദ്ധതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ട്രംപ് കയ്യടി നേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർണായക സ്വാധീനമുള്ള അറബ് രാജ്യങ്ങൾ ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഗസയിലെ വെടിനിർത്തലിന് വളരെ അരികിലെത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈ തീരുമാനം ഹമാസ് അംഗീകരിക്കുന്നതിനായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. അവർക്ക് നൽകിയിരിക്കുന്നത് 72 മണിക്കൂർ സമയം. ഇസ്രയേൽ ഈ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ഇസ്രയേലിന്റെ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം. ഗസയുടെ പുനർനിർമ്മാണത്തിന് തന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ അതിശക്ത നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച 21 പദ്ധതി ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നു. വളരെ തന്ത്രപ്രധാനമായ ഒരു പദ്ധതിയാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. അറബ് മുസ്ലിം രാജ്യങ്ങൾ ഈ പദ്ധതി അനുകൂലിക്കുന്ന കാഴ്ച അമേരിക്കയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നു. തിങ്കളാഴ്ച രാത്രി വൈകി ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ ഹമാസിന് മുൻപിൽ US നിർദ്ദേശം വച്ചു. എന്നാൽ ഹമാസ് എപ്പോൾ മറുപടി പറയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. തങ്ങൾക്ക് മറുപടി നൽകാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത്. എന്നാൽ ട്രംപ് നൽകിയിരിക്കുന്നത് 72 മണിക്കൂർ സമയം മാത്രം. പത്രസമ്മേളനം ആരംഭിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വൈറ്റ് ഹൗസ് അതിന്റെ 20 പോയിന്റ് പദ്ധതി പൂർണ്ണമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. US പദ്ധതി അവതരിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ സൗദി അറേബ്യ, ജോർദാൻ, UAE, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ പൂർണ്ണമായും പദ്ധതിയെ പിന്തുണച്ചു. ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ഉടനടി യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി. ബന്ദിമോചനം ഉടൻ സാധ്യമാകണം. ഇക്കുറി കടുത്ത ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഭാഷണം. ശേഷിക്കുന്ന 48 ബന്ദികളെ 72 മണിക്കൂറിനകം വിട്ടയക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പകരമായി ഇസ്രയേലിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന 250 തടവുകാരെ വിട്ടയക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 7 ശേഷം തടവിലാക്കപ്പെട്ട 1700 ഗസ നിവാസികളെ, എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരു ഇസ്രയേലി ബന്ദിയെ മോചിപ്പിക്കുന്നതിന് പകരം ഒരാൾക്ക് 15 എന്ന നിരക്കിൽ ഇസ്രയേലും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഗസ മുനമ്പിൽ നിന്നും ബന്ദിയാക്കപ്പെട്ടവരെയും തടവിലാക്കപ്പെട്ടവരെയും കൊല്ലപ്പെട്ടവരുടെയും മൃതദേഹങ്ങളടക്കം വിട്ടുകൊടുക്കും. അറബ് മുസ്ലിം രാജ്യങ്ങളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ കമ്മിറ്റിയിൽ അംഗമാകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹമാസിനെ നേരിടാൻ ഞങ്ങൾ ഒപ്പമുണ്ട്, ഒപ്പം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന അറബ് രാജ്യങ്ങളും ഉണ്ടാകുമെന്ന് ട്രംപ്. ഗസയിൽ ട്രംപ് വിഭാവനം ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെയാണ്. ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ടാകും. ഗസയിലെ പലസ്തീൻ പോലീസ് സേനകൾക്ക് ഈ ഫോഴ്സ് വേണ്ടത്ര പരിശീലനം നൽകും. ഇസ്രായേൽ സൈന്യം ഗസ മുനമ്പിൽ നിന്ന് ഉടൻ പിൻവാങ്ങേണ്ടതില്ല. പകരം ഹമാസിനെ നിർവീര്യമാക്കുന്ന മുറയ്ക്ക് ഇസ്രായേൽ സൈന്യം
ഗസ മുനമ്പിൽ നിന്ന് പിൻവാങ്ങും. പകരം ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ചിരിക്കുന്ന പുതിയ സമിതി ഗസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. മുസ്ലിം രാജ്യങ്ങൾക്കും അവരുടെ ജോലി ചെയ്യാൻ ഇടം നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തിയുള്ള പദ്ധതിയാണിപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. ഗസ മുനമ്പിൽ ഒരു വെടിവെപ്പ് പോലും ഉണ്ടാകരുത്, അങ്ങനെയൊരു പദ്ധതിയാണ് ഞങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അറബ് മുസ്ലിം രാജ്യങ്ങൾ ആ ശ്രമത്തിൽ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഹമാസിന്റെ ഭീഷണി പൂർണ്ണമായി ഗസ മുനമ്പിൽ ഇല്ലാതാക്കാനുള്ള എല്ലാ അവകാശവും ഇസ്രായേലിനുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഈ ജോലിക്ക് ഞങ്ങൾ പിന്തുണ നൽകുകയാണ്. മാധ്യമ സമ്മേളനത്തിൽ തനിക്കൊപ്പം നിൽക്കുന്ന നെതന്യാഹുവിനെ നോക്കി ട്രംപ് പറഞ്ഞു, ഹമാസ് കരാർ നിരസിച്ചാൽ ബീബി നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ, ഞങ്ങൾ ഒപ്പമുണ്ട്. പൂർണ്ണ പിന്തുണ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നു. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അഥവാ ISF അത്തരമൊരു സമിതിക്കായിരിക്കും ഇനി ഗസ മുനമ്പിന്റെ നിയന്ത്രണം. പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ ഒരു പരിവർത്തന സർക്കാരുമായും ISF പ്രവർത്തിക്കും. പദ്ധതി പ്രകാരം ബോർഡ് ഓഫ് പീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത്തരം ജോലികൾ നിർവഹിക്കുക. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് J. ട്രംപ് എന്നറിയപ്പെടുന്ന ഒരു മാന്യനായിരിക്കും ഇതിന്റെ തലവനെന്ന് ട്രംപ് ഒരു ചെറുചിരിയോടെ പറഞ്ഞു. മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയറും പിന്നീട് പേര് പരാമർശിക്കപ്പെടുന്ന പല പ്രമുഖ വ്യക്തികളും ബോർഡിൽ ഉൾപ്പെടുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. US ഈ പദ്ധതി തയ്യാറാക്കുന്നതിൽ ടോണി ബ്ലെയർ ഒരു നിർണായക പങ്കുവഹിച്ചു. യുദ്ധാനന്തരം സ്ട്രിപ്പ് നടത്തുന്നതിന് ഒരു പരിവർത്തന പലസ്തീൻ ഭരണസമിതി സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം നിർദ്ദേശത്തിൽ നിന്ന് വളരെയധികം ഞാൻ കടമെടുത്തിട്ടുണ്ട് എന്ന് ട്രംപ് സൂചിപ്പിക്കുന്നു. ഭാവിയിലേക്കുള്ള ഒരു പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള പാതയൊരുക്കലാണ് ഇത്തരമൊരു പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. ഇതൊരുപക്ഷെ ഇസ്രായേലിന് സ്വീകാര്യമാകില്ല, എങ്കിലും അത്തരമൊരു പദ്ധതിയും ഞങ്ങൾ വിഭാവനം ചെയ്യുന്നു. പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ നിലപാടിനോട് താൻ യോജിക്കുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് മാസങ്ങളായി ഇസ്രായേലിലുടനീളം നടക്കുന്ന വമ്പിച്ച പ്രതിഷേധങ്ങളെ ഞാൻ കാണുന്നു. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു ധാരണയുണ്ട്. അതിന്റെ ഫലമാണ് ഈ പദ്ധതിയെന്ന് ട്രംപ്. നെതന്യാഹു ഒരു തികഞ്ഞ യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ടാവാം. നെതന്യാഹുവിനെ പോലൊരു നേതാവിന് ലഭിച്ചത് ഇസ്രായേലിന്റെ ഭാഗ്യമാണ്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ സമാധാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ അർത്ഥത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ഇസ്രായേലികളും ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനോട് ഒരിക്കലും അവരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ചർച്ച നടന്നു. വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയെ സൂചിപ്പിച്ചായിരുന്നു ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഗസയുടെ യുദ്ധാനന്തര മാനേജ്മെന്റിൽ കൂടുതൽ പലസ്തീൻ അതോറിറ്റി പങ്കേറ്റെടുക്കണമെന്ന് നേരത്തെ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരമൊരാവശ്യം US നിരാകരിക്കുന്നു. പലസ്തീൻ അതോറിറ്റി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തുക, സ്വതന്ത്ര നീതിന്യായ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, ഭീകരതയെ നിരാകരിക്കുക, സിവിൽ സമൂഹത്തിന് അനിയന്ത്രിതമായ വികാസം അനുവദിക്കുക എന്നിവയാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയെന്ന് ട്രംപ് പറഞ്ഞു. ഗസയ്ക്ക് മാത്രമല്ല ലോകം മുഴുവനും സമാധാനം കൈവരിക്കാനുള്ള ഒരു പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ട്രംപ്. ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്നവർ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതേസമയം ഇസ്രായേലിന്റെ നാശത്തിനും ഉന്മൂലനത്തിനും വേണ്ടി വിഭവങ്ങളും ശ്രദ്ധയും സമർപ്പിച്ചവർ തകർന്ന് തരിപ്പണമായി. ഇസ്രായേൽ എന്ന രാജ്യം ഇനി എങ്ങും പോകില്ല. അവർ സിറിയ മുതൽ ലെബനൻ വരെയും സൗദി അറേബ്യ വരെയും മേഖലയിലെ മറ്റാളുകളും രാജ്യങ്ങളുമായി കൂടുതൽ സഹവർത്തിത്വത്തോടെ സഹകരിക്കും. അയൽക്കാരുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം ഊഷ്മളമാക്കുമെന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചിരുന്നു. നെതന്യാഹുവും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽത്താനിയും തമ്മിൽ ഒരു ത്രികക്ഷി ഫോൺ സംഭാഷണവും പിന്നീട് നടന്നു. ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് ചോദിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. അവർ ഹൃദയം നിറഞ്ഞ ഒരു സംഭാഷണം നടത്തിയെന്ന് ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മികച്ച ഒരു സംഭാഷണം, അത് ഫലപ്രദമായിരുന്നു. ഇതൊരു വലിയ മഹത്തായ ദിവസമാണ്, മനോഹരമായ ദിവസമാണ്. നാഗരികതയിലെ എക്കാലത്തെയും മഹത്തായ ദിവസങ്ങളിലൊന്നാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകൾക്കിടയിൽ തുടക്കത്തിൽ ചില വിള്ളലുകൾ ദൃശ്യമായിരുന്നു. എങ്കിലും നെതന്യാഹു യാതൊരുവിധ സംശയത്തിനും ഇടം കൊടുക്കാതെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു,
ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയെ ഞാൻ പിന്തുണയ്ക്കുന്നു. അത് നമ്മുടെ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതാണ്. കഴിഞ്ഞ മാസം യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങൾ: 1. ഭീകര ഗ്രൂപ്പിന്റെ നിരായുധീകരണം, ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരിക, ഗസ മുനമ്പിലെ സൈനികവൽക്കരണം, ഗസ മുനമ്പിലെ ഇസ്രയേലി സുരക്ഷാ നിയന്ത്രണം, ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ അല്ലാത്ത മറ്റൊരു ബദൽ സിവിലിയൻ ഗവൺമെന്റിന്റെ നിലനിൽപ്പ്. ഈ 5 പോയിന്റുകളും ട്രംപ് തന്റെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നു. നെതന്യാഹു പറഞ്ഞു, നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഒരു ശാപം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നാൽ പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ശാപം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രംപിനെ വളരെയേറെ നെതന്യാഹു പ്രശംസിച്ചു. ജെറുസലേം മുതൽ ടെഹ്റാൻ വരെയും ഗോലാൻ കുന്നുകൾ മുതൽ ഗാസ വരെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. തികച്ചും പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ എങ്ങനെ ഉറപ്പിക്കാം എന്നതിനെക്കുറിച്ച് ലോകം കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നു. ഏതൊരു പ്രായോഗിക സമാധാന നിർദ്ദേശവും 3 അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിൽക്കുന്നു. അതിലൊന്ന്, ജീവൻ എങ്ങനെ രക്ഷിക്കാം, നാളെ ഗാസ ആര് ഭരിക്കും, ഭീകരത തിരിച്ചു വരുന്നത് എങ്ങനെ തടയാം. ഈ 3 കാര്യങ്ങൾക്കും ഉത്തരം നൽകുന്ന പദ്ധതിയാണ് ട്രംപ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളും വ്യക്തതയോടെയും കൃത്യതയോടെയും ഈ പദ്ധതിയിൽ പരാമർശിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഈ പദ്ധതിയെ തുടക്കം മുതൽ അംഗീകരിക്കുന്ന കാഴ്ച. ഈ നിർദ്ദേശത്തിന് വ്യക്തമായൊരു ധാർമ്മിക കാതലുണ്ട്. അതാണ് ഹമാസിനെ കൂടുതൽ വെട്ടിലാക്കുന്നതും. ഇസ്രയേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ളത് 72 മണിക്കൂർ സമയം. ഈ സമയത്തിനുള്ളിൽ എല്ലാ ബന്ദികളെയും ജീവനോടെയോ മരിച്ചവരായാലും അവരെ തിരികെ ഇസ്രയേലിന് നൽകുക. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതി അവ്യക്തമായ ഒരു അഭിലാഷമല്ല, മറിച്ച് കരുത്തുറ്റ ഒരു നിർദ്ദേശമാണ്. ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കും. നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എങ്കിൽ ഇസ്രയേൽ നടത്തുന്നത് അതിമാരകമായ ആക്രമണമാകും. ഒപ്പം അമേരിക്കൻ പിന്തുണയും. അറബ് രാജ്യങ്ങൾ പദ്ധതിയെ അനുകൂലിച്ചതുകൊണ്ട് അവർ തൽക്കാലം മിണ്ടാതെ നിൽക്കും. ഹമാസിന് വിശ്വസനീയമായ ഒരു ബദൽ വേണമെന്ന് ഇസ്രായേലികൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നു. പരിഷ്കരിക്കപ്പെടാത്ത പലസ്തീൻ അതോറിറ്റി അവർ പലപ്പോഴും സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലൂടെ ഹമാസിന്റെ ഭരണം ഇനി പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അധികാര കൈമാറ്റത്തിന് മുൻപ് 3 പരിഷ്കാരങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വച്ചത്. ഇസ്രായേലി ബന്ദികൾ തിരികെ എത്തിയതിനു ശേഷം മാത്രം ഇനി പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചാൽ മതി. ജിഹാദിന് പകരം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവസാന ഓപ്ഷനാണ് ഇപ്പോൾ ഹമാസിന് മുന്നിൽ അമേരിക്ക വച്ചു നീട്ടിയിരിക്കുന്നത്. മാനുഷിക സഹായവും പുനർനിർമ്മാണവുമാണ് ഏതൊരു വെടിനിർത്തലും നിലനിർത്തുന്നതിനുള്ള അടിസ്ഥാന കാതൽ. ഈ കാര്യത്തിലും വ്യക്തതയോടെയാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഗസയെ പുനർനിർമ്മിക്കാനും ഊർജ്ജസ്വലമാക്കാനുമുള്ള ഒരു ട്രംപ് സാമ്പത്തിക വികസന പദ്ധതി ഈ പദ്ധതിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആരും ഗാസ വിട്ടുപോകാൻ നിർബന്ധിതരാകില്ല. ആഗ്രഹിക്കുന്നവർക്ക് അവിടെ തുടരാം. ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് തിരികെ പോകാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഹമാസ് തീവ്രവാദികളോട് ഞങ്ങൾ ക്ഷമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാഗ്ദാനം. താൽപ്പര്യങ്ങൾ വളരെ വ്യക്തമാണ്. ബന്ദികളെ ഇസ്രായേലിലെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരിക, ഹമാസിന്റെ ഭരണം പുനഃസ്ഥാപിക്കാതെ യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ പ്രോക്സിയുടെ തിരിച്ചുവരവ് എന്നേക്കുമായി ആണിവെച്ചടിച്ചില്ലാതാക്കുക, കർശനമായ വ്യവസ്ഥയ്ക്ക് കീഴിൽ പുനർനിർമ്മാണത്തിന് ധനസഹായം നൽകാൻ അറബ് രാജ്യങ്ങൾക്കൊപ്പം അമേരിക്കയും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഉടൻ നടപ്പിലാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.